അമ്മക്കളി അഹമ്മദാബാദ് വന്നിറങ്ങിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ഞങ്ങളെ സ്വീകരിക്കാനിരുന്ന ഗസ്റ്റിനെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തേത് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഒരു സൗണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു എന്താടാ ഈ സൗണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് അഹമ്മദാബാദ് ഞങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ ചുറ്റിലുള്ള ഒരു ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. നമുക്കിവിടെ പുതിയ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ. താഴെ പാർക്കിലോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് അഹമ്മദാബാദ് സാറ്റലൈറ്റ് നഗർ. ചുമ്മാ ഇങ്ങനെ വാക്കിംഗ് വന്നാൽ വീടിൻ്റെ മുമ്പിലായത്. ഞങ്ങൾ 4th ഫ്ലോറിൽ നിൽക്കുക. ഞാൻ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ പാർക്കിൽ എക്സസൈസ് ചെയ്യുവാണ്. അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചില്ല, കാരണം അവർക്കതൊരു ഡിസ്റ്റർബ് ആകാൻ പാടില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും ഈ കാണിക്കുന്നത് എന്തോ എക്സസൈസ് ചെയ്യുന്നത് എന്തോ കാണുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഇച്ചിരി തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് വെളിയിൽ ഇറങ്ങി വരാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. തണുപ്പല്ലേ, നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടുത്തെ തണുപ്പ് നമുക്ക് ശരിയായില്ലെങ്കിലേ. അതുകൊണ്ട് അപ്പോൾ മരങ്ങളാണ് ചുറ്റിനും, പാർക്കല്ലേ, അപ്പോൾ ചുറ്റിലും മരങ്ങളുടെ ഇടയ്ക്കൂടെ ഉള്ള ആ ഒരു കാഴ്ചയെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പകൽ തണുപ്പ് മാറി ഇച്ചിരി വെയിൽ വരുമ്പോഴത്തേക്ക് അവർ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് പോകും. അതാണ്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതെന്താടാ ഒന്നും കാണുന്നില്ലെന്ന്. ആ സൗണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചാണ് എടുത്തിരിക്കുന്നത്. എക്സസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ട എല്ലാവരും കൈ തട്ടുന്നുണ്ട്. ചിരിക്കുക, യോഗ ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പാർക്കിൽ നടക്കുന്നുണ്ട്. ഇതുണ്ട് അവിടെ അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട്. അതുകൊണ്ട് ഒന്ന് സംസാരിക്കട്ടെ അവരുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കുറേ പേര് വരും, കുറേ ആൾക്കാരുണ്ട് മാറ്റൊക്കെ വിരിച്ചിട്ട് എന്തൊക്കെയോ എക്സസൈസ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ മുതുമുത്തച്ഛന്മാർ ഇങ്ങനെ റെഡി ആയിരിക്കുവാണ്. അതിന് കൊഞ്ഞു കുരങ്ങ് അതിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അതിന് ബേബി. ഇവിടെയാണ് രാവിലെ യോഗ പ്രാക്ടീസുകളെല്ലാം നടക്കുന്ന. പാട്ട്, പ്രാർത്ഥന എന്ന് വേണ്ട എല്ലാ സകല ഇതും ഇവിടെ നടക്കും. ഇതാ സ്റ്റാർ ഷേപ്പിൽ നല്ല ചെടികൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പെറ്റൂനിയ, വെറൈറ്റി ഓഫ് പെറ്റൂനിയ. ജിമ്മാണ്. അത് പാർക്കിൽ തന്നെ ജിമ്മ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ എക്യുപ്മെൻറ്റും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിരിക്കും. നമുക്ക് ഫ്രീ ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. കുറച്ച് ഞാൻ സൈക്കിൾ മാതിരി ഓടിച്ചു. ഇതെല്ലാം അഡൽറ്റിനുള്ളതാണ്. ഈ പാർക്കിൽ നല്ല സൗകര്യമുണ്ട്. അതായത് എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും കൂടെ പാർക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കുള്ളത് വലിയവർക്കുള്ളത് തനിത്തനിയുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് നേരം എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഹീറ്റ്, നമുക്കത് വലിച്ചു പൊക്കാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ച് നേരം ചെയ്ത് കേട്ടോ. ഇത് വേറൊരെണ്ണം നമ്മുടെ കാലിന് മൂവ്മെൻറ്റ് കൊടുക്കുന്ന പോലുള്ള എക്യുപ്മെൻ്റാണത്. അങ്ങനെ കുറേ എണ്ണത്തിൽ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് എക്സസൈസൊക്കെ ചെയ്ത്. കാര്യം ഇപ്പം ട്രാവൽ ആയതിനു ശേഷം ഒന്നും എക്സസൈസും ചെയ്യുന്നില്ല, വാക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇല്ലാതായാൽ നമുക്കും ആകെപ്പാടെ ഒരു എപ്പോഴും ചെയ്തിട്ടിരിക്കുന്നവർക്കേ, ഞാൻ എത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നത്. ഈ പാർക്കിൽ ഈ നടക്കുന്ന സ്ഥലങ്ങളും എക്സസൈസ് ചെയ്ത സ്ഥലങ്ങളും പോകെ ഇത് വലിയൊരു കുളമാണ്. ഇതിൽ ക്രൊക്കഡൈലുണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. നടുവിൽ വലിയൊരു കിണറുമുണ്ട്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇത് മുഴുവൻ നിറഞ്ഞ് വെള്ളം വെളിയിൽ വന്നു. ഭയങ്കര വലിയ കുളമായത്. ഇതിപ്പം വെള്ളമെല്ലാം പറ്റി കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞ വെള്ളപ്പൊക്കം നമുക്ക് അറിയത്തില്ല, ഏത് മാസമായിരുന്നു എനിക്കറിയത്തില്ല. ഭയങ്കര വെള്ളമായിരുന്നു ഇവിടെ എല്ലാം. പാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കുന്ന ഹിന്ദിയിലാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഇത് സൈക്ലിംഗ് ആണ് കേട്ടോ. ഈ ഒരു എക്യുപ്മെൻറ്റ് നല്ല സ്പീഡായിട്ട് ഞാൻ കുറേ നേരം ചെയ്തു കേട്ടോ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മറ്റേത് മാതിരി അല്ലല്ലോ. മറ്റേത് ഇങ്ങനെ വെയിറ്റ് പൊക്കി നമ്മൾ താഴോട്ടും മേലോട്ടും പൊക്കണമായിരുന്നു. ഇത് പിന്നെ അങ്ങനെയില്ല. അത്രയും വലിയ ബുദ്ധിമുട്ടില്ല, ചവിട്ടുന്ന ഒരു ഇതേ ഉള്ളൂ. കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട് അവിടെ. അതാ നടന്നു വലിയ കുരങ്ങത് കേട്ടോ. അത് നടന്നിങ്ങനെ നിൽക്കുന്നു. ഇത് നടക്കുന്നുണ്ട്. എൻ്റെ അമ്മോ ശരിക്കും മനുഷ്യൻ നടക്കുന്ന പോലെ ഉണ്ട്. ശരി, ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നമ്മൾ പാർക്കിൽ നടന്നതും എക്സസൈസ് ചെയ്തതും ഒക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.